ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവലും നേന്ത്രപ്പഴവും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1-2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാൻ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഴവും തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. അപ്പൊ ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. അപ്പൊ ഞാൻ 1 കപ്പ് അളവിൽ അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കട്ടി കുറഞ്ഞ അവലാണ് എടുത്തിട്ടുള്ളത്. ഈ അവല് ഒരല്പം വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളം മാറ്റി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ അവല് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അവലും ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന പരുവത്തിലൊന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ളു കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ അവല് കുറേശ്ശെ ആയിട്ടൊന്ന് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഒരു ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ലഡുവിന്റെ ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആവി കയറ്റിയും കഴിക്കാവുന്നതാണ്. നമ്മൾ ആവി കയറ്റി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വാഴയില വെച്ച് അതിന് മുകളിലായിട്ട് ഈ ഒരു ബോൾസ് എല്ലാം വെച്ചിട്ട് വേണം ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം തന്നെ ഒന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു അവല് കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.